മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ കുറേ ഫുഡ് സബ്സ്റ്റൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ തന്നെ കുറേ ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞു. കുറേ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൾസസ്, ട്യൂബേഴ്സിനെ കുറിച്ചൊക്കെ പലരും എഴുതി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അനിമൽസ് എന്നൊക്കെ കുറേ ഫുഡ് ഐറ്റംസ് കിട്ടുന്നുണ്ട്. പറഞ്ഞാൽ ഹൗ മെനി ഫുഡ് സബ്സ്റ്റൻസസ് ഡു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഗീവ്സസ് എന്ന് പറഞ്ഞു അല്ലേ. പലതരം വെറൈറ്റി ഫുഡ് ഐറ്റംസ് നമുക്ക് പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് ആണല്ലോ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ ചോദിച്ചാൽ, വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസസ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഫുഡ്? അതും നമ്മൾ പറഞ്ഞു തോന്നുന്നു അല്ലേ. എന്തുകൊണ്ടാണ് പറയുന്നത്? എല്ലാ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് സബ്സ്റ്റൻസസ് നമ്മളുടെ ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? എല്ലാത്തരം ഇതും അല്ലാതെ ഇന്ന് വെജിറ്റബിൾസ് മാത്രം കഴിക്കുക, നോൺ വെജ് കഴിക്കണ്ട എന്നുള്ള നിയമമൊന്നുമില്ല. പലർക്കും ഇപ്പോൾ കഴിയുന്ന ആഹാരങ്ങളൊക്കെ എന്ത് ചെയ്യണം, കഴിക്കണം അല്ലേ. വെജിറ്റബിൾസും കഴിക്കണം, നോൺ വെജും കഴിക്കണം, ഒക്കെ അവരവരുടെ ഇഷ്ടം പോലെ അല്ലേ. എല്ലാ സബ്സ്റ്റൻസും കഴിക്കണം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഗെറ്റ് വിറ്റാമിൻസ് ആൻഡ് ന്യൂട്രിയൻസ് ടു അവർ ബോഡി. എല്ലാം കഴിക്കണം, എല്ലാം സമീകൃതമായിട്ട് കഴിക്കണം. സമീകൃതമായിട്ടുള്ള ആഹാരത്തിൽ പലവിധ സാധനങ്ങളും നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോഴേ ഉള്ളൂ എല്ലാ ന്യൂട്രിയൻസും എല്ലാ വിറ്റാമിൻസും നമുക്ക് കിട്ടുള്ളൂ ആണല്ലോ. നെക്സ്റ്റ് എന്താ, ഒരു ജാക്ക് ഫ്രൂട്ട് റിഡിൽ പറയണത് കണ്ടോ? ഒന്ന് നോക്കിയേ. എ ഫ്രൂട്ട് റിഡിൽ. ബോക്സ് ഫുൾ ഓഫ് ഗാർബേജ് ഫുൾ ഓഫ് ബോട്ടിൽസ് ഫുൾ ഓഫ് സെയിം പിൽസ്. ഈ കടങ്കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താ? ചപ്പ് ചവറ് എന്നാണ്. പക്ഷെ അതിവിടെ ചപ്പ് ചവറ് എന്നൊന്നും ഉദ്ദേശിക്കണ്ട കേട്ടോ, അതിനെപ്പറ്റി പറയണ്ട. നമ്മൾ അതിൻ്റെ ഉള്ളിലാകെ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞല്ലേ കിടക്കുന്നത്, അതുകൊണ്ടാണ് ഗാർബേജ് എന്ന് പറയുന്നത്. ബോക്സ് ഫുൾ ഓഫ് ഗാർബേജ്, ഒരു ബോക്സ് ഫുള്ളും എന്താണ്, മുഴുവനായിട്ടും നിറയെ ചപ്പ് ചവറുകൾ കിടക്കണ പോലെ കിടക്കും. ഗാർബേജ് ഫുൾ ഓഫ് ബോട്ടിൽസ്, ഈ ഗാർബേജിനുള്ളിലൊക്കെ എന്താണ്, കുപ്പികളാണ്, ബോട്ടിൽസാണ്. ബോട്ടിൽസ് ഫുൾ ഓഫ് സെയിം പിൽസ്, ഓരോ ബോട്ടിലിനുള്ളിലും എന്താണ്, ഒരേപോലെയുള്ള ഗുളികകളുണ്ട്. അതായത് നമ്മൾ ഗാർബേജ് എന്ന് ഉദ്ദേശിക്കണ ഈ ചക്കയാണ്. ഈ ചക്കൻ്റെ ഉള്ളിലാണ് ബോട്ടിൽസ് പോലെയാണ് ചക്കൻ്റെ ഓരോ ചുള എന്ന് പറയില്ലേ നമ്മൾ. ഈ ചുളകളൊക്കെ ഓരോ ബോട്ടിൽസ്. ആ ബോട്ടിൽസിൻ്റെ ഉള്ളിലൊക്കെ എന്താണ്, സെയിം പിൽസാണ്. അതായത് ചക്കക്കുരു, എല്ലാത്തിനും ഒരേപോലെയുള്ള ഗുളികകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ജാക്ക് ഫ്രൂട്ട് ലോർ, അതായത് ചക്കയുടെ പല വിശേഷതകളും പറയുകയാണ് അടുത്തതായിട്ട്. ആദ്യമായിട്ട് ചക്കയുടെ വിശേഷം നമുക്ക് എന്താ പറയാനുള്ളത്? ഈ 2018 നമ്മുടെ ജാക്ക് ഫ്രൂട്ടിനെ നമ്മൾ നാഷണൽ ഫ്രൂട്ടായിട്ട് ഡിക്ലെയർ ചെയ്തത്. അതെല്ലാവർക്കും അറിയാലോ. കേരളാസ് നാഷണൽ ഫ്രൂട്ടായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ചില്ലറക്കാരനല്ല, അതുപോലെ തന്നെ അത് ഡെലീഷ്യസുമാണ്, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ വാല്യൂ കുറേ ഉള്ള ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. പണ്ടൊന്നും ആർക്കും ഒരു വില ഇല്ലായിരുന്നു അല്ലേ. ഇപ്പോൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഓരോ പാർട്ട് ഉപയോഗിച്ചിട്ടും പല ഡിഷസ് നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പലതും ഉണ്ടാക്കിയിരുന്നില്ലേ. ചക്കക്കുരു ഷെയ്ക്ക് അടക്കം ഉണ്ടാക്കിയില്ലേ. അതൊക്കെ നമുക്ക് പുതിയതായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു, ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊക്കെ കേട്ടിരുന്നത് അല്ലേ. അതിന് മുമ്പ് നമ്മൾ വെറും ചക്കയും അതുപോലെ തന്നെ ചക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും, അതുപോലെ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കും, അതിൻ്റെ ചക്കക്കുരുവും കഴിക്കും. പക്ഷേ പലതരം വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ നമുക്ക്, പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലത്താണ് ചക്കൻ്റെ അതിൻ്റെ വിലയാണ് കൂടിയത് ആണല്ലോ. അപ്പം നോക്കി എന്തൊക്കെയാണ് ചക്കൻ്റെ വിശേഷം നമ്മൾ പറയുന്നത് നോക്കാം. ജാക്ക് ഫ്രൂട്ട് ഈസ് എ ഡെലീഷ്യസ് ഫ്രൂട്ട് സീൻ ഇൻ ദ ജാക്ക് ട്രീസ് ഇൻ അവർ യാർഡ്സ്. ആണല്ലോ, നമ്മളെ തൊടിയിലൊക്കെ ഉള്ള ജാക്ക് ട്രീസിലാണ് നമ്മുടെ ഈ ഡെലീഷ്യസ് ഫ്രൂട്ടായ ജാക്ക് ഫ്രൂട്ട് കാണപ്പെടുന്നത്. ഹൗ ഡെലീഷ്യസ് ഇസ് ദി വരിക്കച്ചക്ക.
പലതരം ചക്കകളുണ്ട് അല്ലേ? ചക്കകൾക്ക് തന്നെ പല പേരുണ്ട്. വരിക്കച്ചക്കയാണ് ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ തൊടിയിലൊക്കെ ഉള്ള പഴഞ്ചക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പഴഞ്ചക്ക പറഞ്ഞാൽ ഭയങ്കര പ്ലഫിങ് കൊണ്ട് ഇങ്ങനെ അലിഞ്ഞ് ഒരു നൂല് പരുവാകും അല്ലേ? പക്ഷേ എല്ലാം ഡെലീഷ്യസ് ആണ്. പക്ഷേ അതിൽ ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ളത് ഏതാണ്? വരിക്കച്ചക്ക. ദ ക്രെഡിറ്റ് ആസ് ദ ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട് ഗോസ് ടു ദ ജാക്ക് ഫ്രൂട്ട്. നമ്മൾ LKG മുതൽ പഠിക്കുന്നതാണല്ലേ, വിച്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട് എന്നുള്ളത്. അതേതാണ്? ജാക്ക് ഫ്രൂട്ടാണ്. ടു സീഡ് ദ സീഡ് ഓഫ് ദിസ് ഫ്രൂട്ട്, ചക്കക്കുരു ഈസ് ആൾസോ യൂസ്ഡ് ഇൻ അവർ ഫുഡ്. വി ക്യാൻ പ്രിപ്പയർ സെവറൽ ഡിഷസ് വിത്ത് ദ ജാക്ക് ഫ്രൂട്ട്. ആണല്ലോ, നമ്മൾ ചക്കക്കുരു കൊണ്ട് പല സെവറൽ ഡിഷസും നമ്മൾ ജാക്ക് ഫ്രൂട്ട് കൊണ്ട് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു എന്താണ്, നമ്മളെ ഫുഡിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആണല്ലോ, ഭക്ഷണത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റൈറ്റ് ഫ്രം ചക്ക തോരൻ, ചക്ക ചിപ്സ്, ചക്ക പപ്പടം, ചക്ക പുഴുക്ക് ടു ചക്ക ഹൽവ ആർ പ്രിപ്പയർഡ് ടുഡേ. തോരൻ മുതൽ ചക്ക ഹൽവ വരെ നമ്മളിന്ന് റെഡിയാക്കുന്നുണ്ട് അല്ലേ? ഈസ്ന്റ് ഹി ഗ്രേറ്റ്? അപ്പോൾ നമ്മൾ വെറുതെ എല്ലാം നമ്മൾ നാഷണൽ ഫ്രൂട്ട് ആയത് അല്ലേ? എന്തുകൊണ്ടാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫ്രൂട്ട്? ഫ്രണ്ട്സ്, ഡോണ്ട് ഡിസ്കാർഡ് ദ ജാക്ക് ഫ്രൂട്ട് ബൈ എനി മീൻസ്. പണ്ടൊക്കെ ഈ ചക്കയുടെ സ്മെല്ല് ഭയങ്കരമാണ്. അപ്പോൾ പലർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ? ആദ്യമൊക്കെ എല്ലാവരും ചക്ക എന്ന് പറയുമ്പോൾ വലിയൊരു വിലയില്ലാത്ത ഫ്രൂട്ടാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ വെച്ചിട്ട് ആരും ഡോണ്ട് ഡിസ്കാർഡ് ദ ജാക്ക് ഫ്രൂട്ട് ബൈ എനി മീൻസ്. നമ്മൾ ആ ഒരു ചക്കയെ തള്ളിക്കളയരുത്. ചക്കയുടെ ആ വാല്യൂ ഒക്കെ അറിഞ്ഞിട്ട് നമ്മളത് യൂസ് ചെയ്യണം. നെക്സ്റ്റ് എന്താണെന്ന് പറയണമെന്ന് നോക്കിയേ. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ കാണിച്ച ഒരു പിക്ചർ കണ്ടോ? ഒരു കുട്ടി ഇരിക്കണ കണ്ടില്ലേ? പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കുറേ പേപ്പർ ന്യൂസുകളുണ്ട്. കുറേ പേപ്പർ ന്യൂസുകൾ ഹെഡ്ലൈൻസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഡിഡിൻറ്റ് യു സീ സം ഓഫ് ദ ഹെഡ്ലൈൻസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്? എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇതൊക്കെ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിൽ വന്ന ഹെഡ്ലൈൻസാണ്. കുറേ ഏതൊക്കെയോ വർഷങ്ങളിൽ വന്ന ന്യൂസുകളാണ്. ദ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ഇൻ ഫുഡ് ഈസ് എ കോസ് ഫോർ വാരിയസ് ഡിസീസസ്. അതായത് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ നമ്മൾ പറഞ്ഞു എല്ലാ ഫുഡ് സബ്സ്റ്റൻസസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ പല കുട്ടികൾക്കും പല ആളുകൾക്കും ഈ പറഞ്ഞ എല്ലാ ഫുഡ് സബ്സ്റ്റൻസസും കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രത്യേകിച്ചും നമ്മുടെ ദരിദ്ര രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് എന്താണ് ഇങ്ങനെയുള്ള എല്ലാ ഫുഡ് സബ്സ്റ്റൻസസിനുള്ള എല്ലാ വിറ്റാമിൻസും ന്യൂട്രിയൻസും കിട്ടുന്നില്ല. അതാണ് നമ്മൾ പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ പലയിടത്തും അങ്ങനെ ന്യൂസൊക്കെ കാണാറില്ലേ? പോഷകാഹാരക്കുറവ് മൂലം പല കുട്ടികളും മരിക്കുന്നത്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമുള്ള പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന കുറേ ന്യൂസിനെ നോക്കിയേ. ന്യൂട്രീഷ്യസ് ഫുഡ് വിൽ ബി എൻഷ്യൂർഡ് ഫോർ ചിൽഡ്രൻ. മിനിസ്റ്റർ ഉറപ്പ് കൊടുത്തു എന്നാണ് പറയണത്. എന്ത്? കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് ഉറപ്പ് വരുത്തും. അതായത് രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യും? ന്യൂട്രീഷ്യസ് ഫുഡ് ഉറപ്പ് വരുത്തും എന്നാണ് പറയണത്. പിന്നെ അനീമിക് ഡിസീസസ് അറ്റ് എ റൈസ് എമംഗ് ചിൽഡ്രൻ. കുട്ടികളിൽ അനീമിക് ഡിസീസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഹെഡ്ലൈൻ പറയണത്. അനീമിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അനീമിയ എന്ന വിളർച്ച. ഈ വിളർച്ച വരുന്നത് എങ്ങനെയാണ്? അതന്നെ ന്യൂട്രീഷ്യൻസും ഫുഡിൽ വിറ്റാമിൻസും മിനറൽസും ഒന്നും ഇല്ലാതെ എന്തെങ്കിലും എപ്പോഴെങ്കിലും കിട്ടുന്ന ആഹാരം മാത്രം കഴിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞൊന്നും കിട്ടൂല. അപ്പോൾ അവരിൽ വിളർച്ച രോഗം ബാധിക്കും. അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കും. അത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അനീമിക് ഡിസീസുകൾ ചിൽഡ്രൻസിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അതൊരു റിപ്പോർട്ടാണത്. പിന്നെ അതിന് താഴെ കണ്ടോ? ഫ്രൂട്ട്സ് ദ ന്യൂട്രീഷ്യൻ ഗ്രാനറി. നമ്മൾ ഫ്രൂട്ട്സിന് ഈ ജാക്ക് ഫ്രൂട്ട് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സിനും ഒരു ഫ്രൂട്ട്സിനും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദ ഫ്രൂട്ട്സ് ആർ ദ ഗ്രാനറീസ് ഓഫ് ന്യൂട്രീഷ്യൻസ്. എല്ലാ ഫ്രൂട്ട്സും പലതരം ന്യൂട്രീഷ്യൻസിൻ്റെയും വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ കലവറയാണ്. ഗവൺമെൻറ് പ്രോഗ്രാംസ് ഫോർ സോൾവിങ് മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഇല്ലാത്ത അവസ്ഥ.
അതായത് പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറേ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലത്തെ ആഹാരം ലഭിക്കണം, എല്ലാവർക്കും പോഷകാഹാരക്കുറവ് മൂലം ഒരു രോഗം ഉണ്ടാവരുത്, ഒരു മരണം ഉണ്ടാവരുത് എന്നുള്ള പല പരിപാടികളും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും എത്താത്തതുകൊണ്ടാണോ എന്താണെന്നല്ല, പല മരണങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന ഫുഡൊക്കെ കഴിക്കണം എന്നാണ് പറയുന്നത്. എല്ലാവരും പലരും ഡയറ്റിങ് നോക്കുന്നുണ്ടാവും, ചിലർ വെജിറ്റബിൾ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ, നോൺ വെജ് ഒന്നും കഴിക്കാറില്ല, അത് അവരുടെ ഇഷ്ടം. പക്ഷേ വെജിറ്റബിൾ ഫുഡ് മാത്രം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, ധാരാളം വെജിറ്റബിൾ ഫുഡ് കഴിക്കണം, ലീഫി ആയിട്ടുള്ളതും പിന്നെ പൾസസും ഒക്കെ അവരുടെ ഫുഡ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ നോൺ വെജ് മാത്രം കഴിക്കാൻ പാടില്ല, നോൺ വെജിൻ്റെ കൂടെ വെജും കൂടെ ആഡ് ചെയ്യണം. വെറും മീറ്റും വെറും പിന്നെ നമ്മുടെ ചിക്കനും മാത്രം കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്, ലീഫി വെജിറ്റബിൾസൊക്കെ എപ്പോഴും നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡഡ് ആക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കിയേ. The lack of nutrients in food is a cause for various diseases. Let's see what the doctor says. അപ്പോൾ ഈ വിളർച്ചയെക്കുറിച്ച് എന്താണ് നമ്മുടെ രോഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഡോക്ടർ എന്താ പറയണമെന്ന് നോക്കാം. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്, പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾക്കും ആളുകൾക്കൊക്കെ പല അസുഖങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ കുറേ ഇൻഫർമേഷൻ നമുക്ക് തരികയാണ്. എന്താ പറയണത്, ചിൽഡ്രൻ ഡു യു നോ ഫ്രം വേർ യു ഗെറ്റ് ദ എനർജി ടു റൺ? നിങ്ങൾക്കറിയോ? ഡു യു നോ ഫ്രം വേർ യു ഗെറ്റ് ദ എനർജി ടു റൺ, ജംപ് ആൻഡ് പ്ലേ? നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് എന്നാണ്, ഫുഡ് ഐറ്റംസ് എന്നാണ്. നമ്മൾ ദിവസേന ചാടുന്നു, ഓടുന്നു, എന്തൊക്കെയോ കളിക്കുന്നു അല്ലേ, പല പ്രവൃത്തികളും ചെയ്യും. നമ്മൾ വായിക്കാൻ പോലും, നമ്മളൊരു ബുക്സ് എടുത്ത് വായിക്കണമെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ബ്രെയിനിൽ എന്തെങ്കിലുമൊക്കെ തെളിയണം എന്നുണ്ടെങ്കിലും വായിച്ചതൊക്കെ ഓർക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എനർജി ആവശ്യമാണ്. ഈ എനർജിയൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മൾ കഴിക്കണം ഭക്ഷണത്തിൽ നിന്നാണ്. ഫുഡ് ഈസ് എസെൻഷ്യൽ ഫോർ സ്ട്രെങ്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. അപ്പോൾ ബോഡീനെ സ്ട്രെങ്ത് ആക്കാൻ മാത്രമല്ല, എന്താണ് ഈ ഫുഡ് ഐറ്റംസ് ഡിസീസസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമ്മുടെ ശരീര വളർച്ച ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ രോഗങ്ങളെയും തടയാനും ഫുഡ് ഐറ്റംസ് സഹായിക്കുന്നുണ്ട്. വാരിയസ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ അവർ ബോഡി ആർ പ്രസൻറ്റ് ഇൻ ഫുഡ്. വാരിയസ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ അവർ ബോഡി, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ആഹാര സാധനങ്ങളിലും പലതരം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനം വ്യത്യസ്തമായ പോഷകാഹാരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്, പോഷകാംശങ്ങളാണുള്ളത്. അതായത് അതെന്തുകൊണ്ടാണ് എടുത്തു പറയണമെന്ന് ചോദിച്ചാൽ, ദ ന്യൂട്രിയൻസ് ആർ നോട്ട് ഇൻ ഈക്വൽ ക്വാണ്ടിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് ഫുഡ് സബ്സ്റ്റൻസസ്. അതായത് ഓരോന്നിലും വെവ്വേറെ ക്വാണ്ടിറ്റിയാണ്. ഓരോ ന്യൂട്രിയൻസും ഓരോ ഫ്രൂട്ട്സിലും ഓരോ ലീഫി വെജിറ്റബിൾസിലും ഏത് ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ ഓരോന്നിലും പ്രത്യേകം ന്യൂട്രിയൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിന് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും കഴിക്കണം അല്ലേ. അതായത് ഇപ്പോൾ അതിൽ തന്നെ പറയേണ്ടത് ദർ ആർ മോർ ന്യൂട്രിയൻസ് ഇൻ മിൽക്ക്, എഗ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എറ്റ്സെട്ര. അതായത് ഇറ്റ് ഈസ് ബിക്കോസ് that we must include different types of food substances in our food. അതായത് പലതരം ഫുഡ് ഐറ്റംസ് നമ്മളുടെ ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അതായത് ഏതൊക്കെയാണ് വേണ്ടത്, മിൽക്ക്, എഗ്ഗ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ ഒരു സമീകൃതമായിട്ട് നമ്മൾ കഴിക്കണം. ഏതെങ്കിലും 1-2 അല്ല, ദിവസം കുറച്ച് പാൽ കുടിക്കുക, ഒരു മുട്ട തിന്നുക, അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിക്കണം. നമ്മൾ ന്യൂൺ ഫുഡിനൊക്കെ എന്ത് ചെയ്യണം, വെജിറ്റബിൾസ് ധാരാളം കഴിക്കണം, ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആരും ഒഴിവാക്കാൻ പാടില്ല. പലരും സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്നവരുണ്ട് അല്ലേ, വൈകി നീറ്റിട്ടൊക്കെ.
പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിൻ ഫുഡാണ്. നമ്മളെ ബ്രെയിനിന് രാവിലെ മുതൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ്. രാത്രി നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ മോർണിംഗ് ഫുഡും അതുപോലെ തന്നെ നൂൺ ഫുഡൊക്കെ അത്യാവശ്യം നമ്മൾ കഴിച്ചിരിക്കണം. കാരണം നമ്മൾ പകൽ സമയത്തല്ലേ കൂടുതൽ എനർജി നമുക്ക് വേണ്ടത്, കൂടുതൽ വർക്ക് ചെയ്യണതും നമ്മളെപ്പോഴാണ്? ഡേ ടൈമിലാണ്. അപ്പോൾ കൂടുതലായിട്ട് ഫുഡ് കഴിക്കേണ്ടതും മോർണിംഗിലും നൂണിലും ഒക്കെയാണ്. അത് വിചാരിച്ചിട്ട് വാരി വലിച്ച് കഴിക്കുകയല്ല, അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാം നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ പിന്നെ എന്താ പറയണത്? Those who take only vegetarian food must ensure to include more vegetables and pulses in their food. അപ്പോൾ നമ്മൾ പറഞ്ഞു ചിലർ വെജിറ്റേറിയൻസ് മാത്രമായിരിക്കും. അപ്പോൾ വെജിറ്റബിൾസ് മാത്രം കഴിക്കണവർ എന്ത് ചെയ്യണം? എല്ലാ വെജിറ്റബിൾസും അതുപോലെ തന്നെ പൾസസും അവരുടെ ഫുഡിൽ അവർ ഇൻക്ലൂഡഡ് ആക്കണം. എല്ലാ ഇലക്കറികളും കഴിക്കണം എന്ന് ആണല്ലോ. അതുപോലെ തന്നെ we ourselves must protect our health. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്? എല്ലാ ഇലക്കറികളും നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. അങ്ങനെയുള്ളൂ നമുക്ക് നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആണല്ലോ. അടുത്തും കൂടെ നോക്കിയേ. ഡിഡിൻറ്റ് യു അണ്ടർസ്റ്റാൻഡ് വൈ വെജിറ്റബിൾസ്, മിൽക്സ് എക്സെട്ര ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ യുവർ മിഡ് ഡേ മീൽ? മനസ്സിലായല്ലോ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മുടെ മിഡ് ഡേ മീൽ നമുക്ക് ചില സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലേ, ഉച്ചഭക്ഷണം തരുന്നുണ്ട് സ്കൂളുകളിലൊക്കെ. അതുപോലെ തന്നെ അവരെന്തൊക്കെ തരുന്നുണ്ട്? വെജിറ്റബിൾസ് ഉണ്ട്, മിൽക്ക്, എഗ്ഗൊക്കെ തരുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത്? എന്തുകൊണ്ടാണ്? ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഗെറ്റ് ഓൾ ടൈപ്സ് ഓഫ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ടു അവർ ബോഡി. ഒരു ഭക്ഷണം മാത്രം കഴിക്കാതെ എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. ഡു വി യൂസ് ഓൾ ഫുഡ് സബ്സ്റ്റൻസസ് കുക്ക്ഡ്? വിച്ച് ആർ ദ ഫുഡ് സബ്സ്റ്റൻസസ് വി ഈറ്റ് അൺകുക്ക്ഡ്? ഇനി അങ്ങനെയും കുറച്ചുണ്ട് അല്ലേ. അതായത് നമ്മൾ കുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്, അൺകുക്കായിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്. ചില ഫുഡ് സബ്സ്റ്റൻസസ് കുക്ക് ചെയ്യാതെയും അൺകുക്ക് ചെയ്യാതെയും ഉപയോഗിക്കാം. ചിലത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. കുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം, അൺകുക്ക്ഡ് ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇന്ന് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഈ ചാപ്റ്റർ നല്ലപോലെ വായിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർക്ക് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കാം കേട്ടോ. ഓക്കെ, ബൈ.